എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2025 തീപാറുന്ന അപ്ഡേറ്റുമായാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫൈനൽ നടക്കാനിരിക്കെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള പോരാട്ടം ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. പ്രത്യേകിച്ചും RCB നായകൻ വിരാട് കോഹ്ലിയും പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരും തമ്മിലുള്ള വാക്പോർക്കടുക്കുകയാണ്. അവസാന ലീഗ് മത്സരങ്ങളിൽ പഞ്ചാബിന് RCBയോട് ഏറ്റ തിരിച്ചടികൾക്ക് ഫൈനലിൽ പകരം വീട്ടുമെന്ന മട്ടിൽ ശ്രേയസ് അയ്യർ പ്രതികരിച്ചതായാണ് റിപ്പോർട്ടുകൾ. കോഹ്ലിയുടെ മോശം ആഘോഷങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നും ബാംഗ്ലൂരിനെ ഓടിച്ചോടിച്ച് തോൽപ്പിക്കുമെന്നും അയ്യർ പറഞ്ഞതായി വാർത്തകൾ വരുന്നുണ്ട്. ഫൈനലിന് മുന്നോടിയായി വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും തമ്മിലുള്ള പഴയൊരു സംഭവം വീണ്ടും ചർച്ചയാകുന്നുണ്ട്. RCB പഞ്ചാബിനെ അവരുടെ തട്ടകത്തിൽ വെച്ച് തോൽപ്പിച്ചപ്പോൾ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർക്ക് നേരെ മോശം ആംഗ്യം കാണിച്ചുകൊണ്ട് ആഘോഷിച്ചിരുന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് RCBക്ക് പഞ്ചാബിൽ നിന്ന് സ്വന്തം തട്ടകത്തിൽ തിരിച്ചടി നേരിട്ടപ്പോൾ ഇല്ലാത്ത ആഘോഷം കോഹ്ലി പഞ്ചാബിന്റെ തട്ടകത്തിൽ വെച്ച് നടത്തിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഈ സംഭവത്തിന് ഫൈനലിൽ മറുപടി നൽകുമെന്നാണ് അയ്യരുടെ ഭീഷണി. പഞ്ചാബ് മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയ മിന്നും ജയത്തിന് ശേഷം ശ്രേയസ് അയ്യർ നടത്തിയ പ്രകടനവും അദ്ദേഹത്തിന്റെ വാക്കുകളും ശ്രദ്ധേയമാണ്. മുംബൈക്കെതിരെ അയ്യർ നടത്തിയ തകർപ്പൻ പ്രകടനം RCB ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഫൈനലിൽ സമാനമായൊരു പ്രകടനം പുറത്തെടുത്താൽ RCBക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല. ഫൈനൽ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രേയസ് അയ്യർ പറഞ്ഞതിങ്ങനെയായിരുന്നു: ഇതൊരു സാധാരണ മത്സരം പോലെയല്ല ഞങ്ങൾക്ക്. മറ്റു ടീമുകൾ സെമിഫൈനലും ഫൈനലും ലീഗ് മത്സരങ്ങൾ പോലെ കളിക്കുമായിരിക്കും. പക്ഷേ എന്റെ നിഘണ്ടുവിൽ തോൽവിക്ക് സ്ഥാനമില്ല. ഫൈനലിൽ തോറ്റാൽ 14 മത്സരങ്ങളും തോറ്റന് തുല്യമാണ്. ഇവിടെ എത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇനി ഈ ഒരു കളി ജയിക്കാൻ വേണ്ടിയായിരിക്കും ഞങ്ങളുടെ 14 മത്സരങ്ങളുടെ കഷ്ടപ്പാട്. എന്റെ ടീമിലെ എല്ലാവരുടെയും മാനസികാവസ്ഥയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ മത്സരത്തിനിടയിൽ ആർക്കും മാനസികമായി ക്ഷീണം തോന്നരുത്. ശാരീരികമായി ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം. സത്യം പറഞ്ഞാൽ പഞ്ചാബ് RCBക്കെതിരെ കപ്പ് ഉയർത്തുന്ന നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ ആഘോഷം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരും, അയ്യർ കൂട്ടിച്ചേർത്തു. ശ്രേയസ് അയ്യർ പൂർണ്ണ ആവേശത്തിലാണ്, അഗ്രസീവായും കാണപ്പെടുന്നു. എന്തു തന്നെ ആയാലും ഫൈനലിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ശ്രേയസ് അയ്യരോ അതോ വിരാട് കോഹ്ലിയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.